അത് പറഞ്ഞിട്ടുണ്ട്. അല്ല മറ്റേ കാര്യം എന്താ ചേട്ടാ? അത് ശരിയാവും. അല്ല ഈ പയ്യൻ ഈ കാലത്തെ അങ്ങോട്ട് ഈ പയ്യനെന്ന് ശരിയാണല്ലോ. നീ വാടാ, നമുക്ക് നോക്കിയാലോ. നമുക്ക് തോന്നിയത് ശരിയാട്ടാ. അതെ അതെ, അതെ തൊടാനൊക്കെ കട്ടാനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയാലോ പിടിക്കണ കാലം ട്ടാ. റോട്ടില് വണ്ടി വല്ലതുണ്ടാ? അവിടെ എന്താ ആള് കൂടിയിരിക്കുന്നേ? അവിടെ അല്ലേ? അതെ അതെ. അരുൺ വണ്ടി അവിടെ നിർത്തിയേ. അതൊരു കൊച്ചാണെന്ന് തോന്നില്ല. ആ അതെ അതെ തോന്നുന്നു. ഒരു ഓട്ടോ വന്നു. പോവാടാ ആൽഫി, മോനെ ആൽഫി, എടാ കണ്ണൂർക്കടാ. ഇത് നമ്മുടെ ജോണി ചേട്ടന്റെ മോനാ. ഞാനാടാ ബ്രോ. നിങ്ങൾക്ക് അറിയോ ചേട്ടാ? കാണാനില്ല, അന്വേഷിക്കാത്ത സ്ഥലവും ഇല്ല. മോനെ എന്താ നിനക്ക് എന്താ പറ്റി? ഇതാരുണേ വെള്ളം കൊടുക്ക്. ഒന്നാമത് ഇപ്പൊ തന്തെന്നുള്ള എന്താ പറ്റി നിനക്ക്? കഞ്ചാവ് മയക്കുമരുന്ന് കഴിക്കണ പയ്യനാണ്. എനിക്കറിയുന്ന പയ്യനാ. ഞാൻ പറഞ്ഞു. നീ ഓക്കെ അല്ലടാ? വാ ചേട്ടാ ഒന്ന് പിടിച്ചേട്ടാ, ഒന്ന് പിടിക്കേ. വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോട്ടാ. ചേട്ടാ ഒന്ന് വന്ന് കയറാട്ടോ. ഞാൻ മോനെ ഇരിക്കടാ. മാറ്, കുറച്ച് മാറ്. ഇരിക്കട്ടെ. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്കാ കൊണ്ടുപോണേ? ഭാരത് ഹോസ്പിറ്റൽ. എടാ നേരെ ഹോസ്പിറ്റലിലേക്കാ പോകുന്നത്. അങ്ങോട്ട് വന്നാൽ മതി. ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ശരി ശരി ശരി, അവിടെ വെച്ച് കാണാം. മാഡം ഒപിയിലൊരു പേഷ്യന്റ് ഉണ്ട്, അങ്ങോട്ടേക്കൊന്ന്. നിങ്ങൾ എന്താ ഇവിടെ? ഡോക്ടറെ മെഡിസിൻ. നിങ്ങൾ ഒരാഴ്ച അത് തന്നെ കണ്ടിന്യൂ ചെയ്യൂ. നിങ്ങൾ ഒരാഴ്ച അത് തന്നെ കണ്ടിന്യൂ ചെയ്യൂ. എന്നിട്ട് എന്നെ ഒന്ന് വന്ന് കാണും. ശരി കേട്ടോ. താങ്ക് യു. നല്ലൊരു ഡോക്ടറാണ്. എടാ ഞാൻ ഹോസ്പിറ്റലാണ്. ശരി മോനെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയാൻ പറ്റില്ലാണ്ട് ആകെ പേടിച്ചു പോയി. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഡോക്ടറെ ഇതാ പേഷ്യന്റ്. മോനെ എന്തുപറ്റി? കണ്ണോർക്കൂ. എടാ കുഴപ്പമൊന്നും ചേട്ടനൊന്നും മിണ്ടാതിരുന്നേ. ഞാൻ അലക്സിനെ വിളിച്ചിട്ടുണ്ട്. എടാ മോനെ, നീണ്ട ബില്ല് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് വരുമ്പല്ലേ. അപ്പം വേണം, ചേട്ടന് ഇഷ്ടമൊന്നുമില്ലല്ലോ. ഇവനൊരു ഡ്രിപ്പ് ഇട്ടേക്കോ. ഡോക്ടർ ഇപ്പൊ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ബോഡി അല്പം വീക്കാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങള് കുട്ടിയുടെ റിലേറ്റീവ് ആണ്? റോഡിന്നാണ് കിട്ടിയത്. ആൽഫീന മോന്റെ പേരല്ലേ? 2 ദിവസമായി മിസ്സിംഗ് ആയിട്ട് ഡോക്ടറെ. ഇവനെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. എങ്കിൽ പോലീസ് കേസാണല്ലോ. അപ്പോ ഞങ്ങൾ എന്താണ് വേണ്ടത്? അത് പോലീസിനെ അറിയിക്കേണ്ടി വരും. നിങ്ങളൊന്നും ചെയ്യണ്ട, അത് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചോളും. ആയിക്കോട്ടെ. ശരി. നീ ജോണിനെ വിളിച്ച വിവരം പറഞ്ഞോ? ഞാൻ ജോണിനെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. ട്രീസിനെ വിളിച്ച് പറഞ്ഞു. വിളിക്കണം? വേണ്ട. അച്ചോ കുഞ്ഞാവേ എണീറ്റോ? അമ്മയുടെ പൊന്നുവായോ? നമുക്ക് റെഡിയാവണ്ടേ? ദേ നോക്കിയേ, അമ്മയുടെ പൊന്നുവാടാ കുഞ്ഞാവേ. ദേ അപ്പ വരൂ, വായു. അതെ അപ്പ വന്നു തോന്നുന്നു. ആൽഫി, ആൽഫി. ഓ, നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയോ മോനെ? എന്താടാ ആൽഫി, നീ ജോണിനെയും ട്രീസയെ എന്തോരം വിഷമിപ്പിച്ചടാ. മോനെ എന്താ നിന്റെ പ്രശ്നം? നീ ഞങ്ങളോട് പറ. നിന്റെ ബ്രോയല്ലടാ ഞാൻ. എന്നോട് പറയാൻ പറ്റാത്ത എന്ത് കാര്യം നിനക്കുള്ളത്? പറ, നീ ബ്രോയോട് പറ. ബ്രോ, അതെ
എൻ്റെ അപ്പനമ്മയ്ക്കും എന്നെ ജീവനായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് സാധിച്ചു തരുമായിരുന്നു. എനിക്ക് എന്ത് സന്തോഷമായിരുന്നു എന്ന് ബ്രോനറിയോ? ഇത് ചെറുതാവും ചേട്ടാ, ഇത് ചെറുതാവില്ലേ? ആ ശരിയാ. നീ എന്തിനു പോയി അത് പറ. ബ്രോ, അതെ, ആൽഫി, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ണിയുടെ അടുത്ത് വന്നിരിക്കരുതെന്ന്. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല അല്ലേ? നീ പുറത്തിറങ്ങി നടക്കണ്ട. ഉണ്ണിക്ക് വല്ല അസുഖമൊക്കെ വരില്ലേ? വാ പൊന്നു. അതിനെങ്ങനെയാ? എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. അവൻ എന്റെ കൊച്ചിനെ കളിപ്പിക്കാൻ വന്നേക്കണു. അതെടുത്തിട്ട് പോയടാ. അതുകൂടി എടുക്ക്. നീ ഇപ്പൊ മോനെ കളിപ്പിക്കണം നിൽക്കണം. നീ നിന്റെ കാര്യം നോക്കിപ്പോ. അപ്പ എനിക്ക് ഞാനുണ്ട്. മോൻ നടന്നു പോകും മോനെ. അപ്പന് പെട്ടെന്ന് ജോലിക്ക് പോണം. നടന്നു പോണം. ഇന്നും നടന്നു പോണം. അമ്മേ, ഇന്നെനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒന്നും അടുപ്പിച്ചു തരും അമ്മ. ഓ, തന്നെത്താൻ പോയി അങ്ങ് പഠിച്ചാ മതി. ആ. ഏ? ഓ കുഞ്ഞാവേ, ഉറങ്ങിക്കടാ. ആൽഫി, പഠിച്ചു കഴിഞ്ഞാ? അപ്പാ, ബാക്കി ഞാൻ നാളെ പഠിക്കാം. ആ, അത് മതിയടാ. ഞാൻ എന്നാ കിടന്നോട്ടെ? അത് മതി, കിടന്നോ. ഓ, ഉറങ്ങിക്കോ കുഞ്ഞാവേ, വേഗം ഉറങ്ങിക്കോ, വേഗം ഉറങ്ങിക്കോ. വാ വാ. നീ ഇതെവിടേക്കാ? ഈ സ്ഥലമില്ലാത്തോടത്ത് അവൻ അവിടെ കിടന്നോട്ടെ. അവന് ഞാൻ ചേട്ടനൊന്നും മിണ്ടാണ്ട് കിടന്നേ. താഴെ പോയി കിടക്കടാ. അമ്മേ, ഞാൻ അവിടെ ദാ വിരിയിരിക്കുന്നുണ്ട്. ഉണ്ണിയുടെ മേത്ത് കയ്യും കാലൊക്കെ എടുത്തിടും അവൻ. പോയി താഴെ കിടക്കും. അമ്മ, ഞാൻ ഉണ്ണിന്റെ മേത്ത് എന്നോടെന്താ പറഞ്ഞാ മനസ്സിലാവാത്ത ആൽഫി നിനക്ക്? അവിടെ വിരി വെച്ചിട്ടുണ്ട്. പോയി താഴെ കിടക്ക്. അവൻ അവിടെ കിടന്നോട്ടെ. നിനക്ക് എന്തിനാ? ചേട്ടൻ എന്താ പറഞ്ഞാ മനസ്സിലാവാത്ത? കുഞ്ഞിന്റെ മേലെ കയ്യും കാലൊക്കെ എടുത്തിടവൻ. പിന്നെ കയ്യും കാലം എടുത്തിട്ടാണ് ഇപ്പം. ചെറിയ കുട്ടിയൊന്നല്ല, അവൻ വലുതായി. താഴെ കിടക്കട്ടെ. ഓ വാവേ, ഉറങ്ങിക്കോ. നമ്മുടെ കുഞ്ഞാവ് ഉറങ്ങിക്കോടാ. വാവേ ഉറങ്ങിക്കോ. അപ്പന്റെ മോൻ കിടന്നോട്ടാ. അമ്മേ, ഞാൻ സ്കൂളിലോട്ട് പോവാട്ടോ. ആഹാ, നീയേ കടയിൽ പോയിട്ടേ ഒരു ബേബി സോപ്പ് മേടിച്ചിട്ട് ഉണ്ണീനെ കുളിപ്പിക്കാൻ. അമ്മേ, ഇന്ന് ഞാൻ സ്കൂളിൽ വൈകി ചെല്ലുന്നുണ്ട്. ടീച്ചർ എന്നെ ചീത്ത പറയും. ടീച്ചർ ഒന്നും പറയില്ല. നീ പോയി സോപ്പ് മേടിച്ചിട്ട് വായോ. നീ ആ ബാഗ് അവിടെ വെച്ചേ. എന്താ നിനക്ക് പറഞ്ഞ അനുസരണയില്ലാത്ത ആൽഫി? നീ അത് വാങ്ങിച്ചു തന്നിട്ട് പോയാ മതിയോ? പിന്നെ നീ കളക്ടറിനല്ലേ പഠിക്കണേ? ഒരു പഠിപ്പിസ്റ്റ് വന്നേക്കണം. പൈസയൊക്കെ ഞാൻ വന്നിട്ട് കൊടുത്തോളാം. ഒരു കാര്യം പറഞ്ഞ കേക്കില്ല. അതിനെങ്ങനെയാ തനിഗുണം കാണിക്കാതിരിക്കോ? വളർത്തിയത് വെറുതെ ഇവനെ ഞാൻ. വേഗം പോയിട്ട് ഇങ്ങോട്ട് വായോ. കുറച്ചു ദിവസമല്ലേ നീ നടന്നു പോകാൻ തുടങ്ങിയിട്ട്? അപ്പൻ ജോലിക്ക് നേരത്തെ പോണം. അതുകൊണ്ട് എന്നെ കൊണ്ടാക്കാൻ പറ്റുന്നില്ല. അത് കുഴപ്പമില്ല. ഞാൻ എന്തായാലും സ്കൂളിന്റെ വഴിക്കാം. മുത്തു വന്ന് കേറ്, ഞാനാക്കാം. ഇന്നും ടീച്ചറിന്റെ ചീത്തയാക്കാണ്ട് സന്തോഷം കണ്ടോ? വന്ന് കേറിങ്ങട്. മുത്തേ, സൂക്ഷിച്ചിരിക്കേ.
ജോണേ, ട്രീസേ. അല്ല ഇതാരാ? അച്ഛനോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ജോണില്ലേ? ആ ഉണ്ടല്ലോ, അച്ഛനിരിക്കും. ആ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആ ജോണേട്ടാ, ദേ അച്ഛൻ വന്നിട്ടുണ്ട്, ഒന്നിങ്ങ് വന്നേ. ആൽഫിയുടെ ആൽഫിയെ ഞാൻ കട വരെ വിട്ടേക്കാം. ആണോ? അച്ഛാ, ആ, ഞാൻ കുറച്ചു നാൾ ഇവിടെ ഉണ്ടായില്ല. ആ ഞാൻ അച്ഛനെ കാണാൻ ഒരു ദിവസം വന്നിരുന്നു. ആ, അവിടെ ഇരിക്കേ. അപ്പോ അച്ഛനെന്തോ ചികിത്സക്ക് വേണ്ടി തൃശ്ശൂർ പോയിരിക്കുന്നു പറഞ്ഞു. അതെ, എന്തു പറ്റി? കലശലായിരുന്നു നെഞ്ചത്ത് വേദന. അയ്യോ. അതെ. അപ്പോ ഗ്യാസ് ആണെന്നും പറഞ്ഞ് അതെ. ഞാൻ ഗ്യാസിന്റെ ഗുളിക കഴിച്ചു. ആ എന്നിട്ടുണ്ടോ മാറുന്നു. ആ, വേദന സഹിക്കാണ്ടായപ്പോ ഞാൻ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ആ, ആ. ആ. അപ്പോഴാ അറിഞ്ഞത് ഹാർട്ടിന് 2 ബ്ലോക്ക് ഉണ്ടെന്ന്. അതെ. അയ്യോ. ഉടൻ സർജറി വേണമെന്ന് ഡോക്ടർമാര് പറഞ്ഞു. പിന്നെ സർജറി കഴിഞ്ഞ് റെസ്റ്റിലായിരുന്നു. ആ, ദൈവനിശ്ചയല്ലേ, അല്ലാതെ എന്താ പറയാ. ദൈവം കരുണയുള്ളവനാ. നിങ്ങൾക്ക് കൊച്ചങ്ങളാവില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാര് വിധിയെഴുതിയതല്ലേ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കുഞ്ഞിക്കാല് കണ്ടില്ലേ. അല്ല, എവിടെ? ഞാനൊന്ന് കാണട്ടെ. ആ അവന് ഉറങ്ങാച്ചാ, ഞാനിപ്പോ എടുത്തിട്ട് വരാം. വേഗാവട്ടെ. ജോണേ, നിങ്ങൾക്ക് കുട്ടിയായപ്പോ പാവം ആൽഫിയോട് വേർതിരിവ് കാണിക്കരുത്. കുഞ്ഞു മനസ്സാ. ആൽബിക്ക് എന്നെ കൊണ്ടോ ട്രീസിനെ കൊണ്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല അച്ഛൻ. ഞാൻ അവനെ എന്റെ മോനെ പോലെ തന്നെയാ കരുതുന്നത്. പറഞ്ഞൂന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവനെ കൊണ്ടുണ്ടാവുകയാണെങ്കിൽ ഞങ്ങളെ തിരിച്ചേൽപ്പിച്ചോളൂ. അനാഥനാ. ഇല്ല അച്ഛോ. അവനെ വേദനിപ്പിക്കരുത്. എന്നെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. വാവെവിടെ? എന്താ പിന്നെ പേരിട്ടേ? ആൽബർട്ട്. ആൽബർട്ട് കുട്ടാ, ദേ വിളിച്ചിനു, അപ്പാപ്പനൊരു അപ്പാപ്പ ടാറ്റ വിളിച്ചിനു. തരൂ. എങ്കി ഞാൻ പോട്ടെ. അയ്യോ, ഭക്ഷണം കഴിച്ചിട്ട് പോവാച്ചാ. ഇല്ല, എനിക്ക് 1-2 വീടുകളിൽ കയറാനുണ്ട്. അപ്പൊ ഞാൻ ആ. പോയിട്ട് വരാം. മോനെ ടാറ്റാ. ദേ അപ്പൂപ്പന് ടാറ്റ കൊടുക്ക്. ടാറ്റാ. വാ 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 കുഞ്ഞാവേ, കുഞ്ഞാവേ ടാറ്റ കൊടുത്തേ. ടാറ്റാ. ഇറങ്ങണേ. ഞാനേ ആൽഫിയെ കണ്ടിട്ടില്ല. ആൽഫിയെ കാണാൻ ഞാൻ പിന്നെ വരാം. സാർ, ഇവിടെയാണ് മിസ്സിംഗ് കേസ് പയ്യനെ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. സാർ, ഓ, സെക്കൻഡ് നേരെ ഓപ്പോസിറ്റ് ഉള്ളതല്ല. അത് തന്നെ, 2ാമത്തെ ബെഡ്. സിസ്റ്റർ ആൽഫി ഏത് റൂമിലാണ്? സെക്കൻഡ് ഫ്ലോർ. ഇനി എന്തെല്ലാം നൂലാമാലയായിട്ട് മാറുമോ ആവും. ഓ സാർ, നിങ്ങളെല്ലാം ഒന്ന് പുറത്തേക്ക് പോയേ. ഒന്ന് പുറത്ത്. ശ്രീ, നമുക്ക് പോയാലോ? മോനെ, നിന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയതാണോ? ഇല്ല സാർ. പിന്നെ 2 ദിവസം നീ എവിടെയായിരുന്നു? മോനെ. നിസാറേ, കുട്ടിയുടെ ആ. മൊഴി എടുക്കുക. ഒന്ന് ചോദിച്ചു നോക്ക്. ആ കുട്ടാ, എന്താ പറ്റിയേ? ഒന്നുമില്ല. എന്നോട് പറ. ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ? ആ, എന്തോ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ 2 ദിവസം നീ ഇവിടെ പോയി വീട്ടിൽ നിന്ന് ഒന്നുമില്ല. അങ്ങനെയാവൂല. അല്ലെങ്കിൽ 2 ദിവസം എവിടെയായിരുന്നു? മോന്റെ പേരെന്താ? ആൽഫി. അപ്പച്ചന്റെ പേരെന്താ? ജോൺ. അമ്മയുടെയോ? ട്രീസ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ മോൻ? 4th. ഏത് സ്കൂളിലാ? GHSS കുട്ടിയുടെ എടാ, ഞാൻ എനിക്ക് പെട്ടെന്ന് പോകാം. പോണം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? എടാ, ഞാൻ പിന്നെ വിളിക്കാന്നല്ലേ പറഞ്ഞു. പോലീസിനോട് വെച്ചോ, എന്താ വെച്ചോ. പറഞ്ഞിരിക്കണെന്ന് അറിയില്ല. അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് എനിക്കറിയില്ല സാർ. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാളെ 2 പേരും ഒന്ന് സ്റ്റേഷനിലേക്ക് വരണം. പ്രശ്നമൊന്നുമില്ല. മൊഴി എടുത്തിട്ടുണ്ട്. ഒക്കെ റെഡിയാണല്ലോ? എല്ലാം റെഡിയാണ്. എന്നാ പോവാം. ഇടിയ ഹോസ്പിറ്റലിൽ അവിടെ നിൽക്ക്. പിന്നെ വിളിക്കാം. നിങ്ങൾ എങ്ങോട്ടായി പോണേ? അവരകത്തേക്ക് പോയിട്ട് വരട്ടെ. ശരി, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. ആദ്യം ഒന്ന് മനസ്സിലാവും. അവര് പോയി വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ശരിയാ, പറയാം. കുഴപ്പമില്ല. മോനെ, മോനെ ആൽഫി, നീ എന്തിനാണ് ഞങ്ങൾ ഉപേക്ഷിച്ചു പോയത്? മോനൊന്ന് പുറത്തേക്ക് കൊണ്ടു. അപ്പാ, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ അനാഥനാണ്. അച്ഛൻ പറയുമ്പോ ഞാൻ അവിടെ ഉണ്ടായി. അല്ല മോനെ, ഞാൻ അച്ഛൻ പറഞ്ഞതെല്ലാം കേട്ടു. നീ എന്ത് കേട്ടു മോനെ? എടീ, നീയാണ് ഇതിനെല്ലാം കാരണക്കാരി.
ഞാൻ എന്ത് ചെയ്തു ചേട്ടൻ പറയണേ? എന്റെ മോൻ എന്റെ വീട് വിട്ടു പോയപ്പോ തുടങ്ങി എനിക്ക് തോന്നിയതാ നീ എന്തോ ഒരു കുനിഷ്ട അവനോട് കാണിച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഇല്ലെങ്കിൽ എന്റെ മോൻ എന്നെ വിട്ടുപോകില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എനിക്ക് പട്ടിയുടെ വില തന്നിട്ടുള്ളൂ. ഇത് ഹോസ്പിറ്റലായി പോയി. ഇല്ലെങ്കിൽ നിന്നെ ഞാനുണ്ടല്ലോ. ഞാനൊന്നും പറയണില്ല. നിങ്ങൾ അപ്പനായി മോനായി. ഈ കാര്യം പറഞ്ഞ് അപ്പനമ്മ വഴക്കിട്ടില്ല. ഇല്ല മോനെ, അപ്പം അതുകൊണ്ട് ഞാൻ അപ്പനോടൊന്നും പറയാണ്ടിരുന്നത്. ഇല്ല മോനെ, അപ്പനൊന്നും പറയൂല കേട്ടാ. എന്റെ അപ്പനമ്മ ജനിച്ചു വീണപ്പോ തന്നെ അവർക്ക് ഭാരമായി തോന്നിയിട്ട് അനാഥാലയത്തിലെ അമ്മത്തൊട്ടിലിട്ട് പോയി. അത്ര വലിയ പാപമൊന്നും എന്റെ വളർത്തപ്പനമ്മ ചെയ്തിട്ടില്ല. എന്റെ തലയിലെടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. ഇല്ല മോനെ. അപ്പ അതുകൊണ്ട് എന്നെ കളഞ്ഞിട്ട് പോയ ഓർഫനേജിലേക്ക് പോയതാ ഞാൻ. മോനെ ആൽഫി, ഇനി നീ പോകാൻ ഞാൻ സമ്മതിക്കില്ലടാ. എനിക്ക് പോണം. എനിക്ക് പോയേ മതിയാവുള്ളൂ. അപ്പനമ്മ പോണെങ്കിൽ വന്ന് കാണാലോ. ജോണേ, ഒന്നുമില്ലടാ, വിഷമിക്കായിരിക്കും. ബ്രോ, എന്താടാ? എന്നെ കൊണ്ടാക്കൂ ബ്രോ. ബ്രോ കൊണ്ടാക്കണ്ട. എന്റെ കൈ കാശൊന്നുമില്ലാട്ട. ബ്രോയോടാണോടാ നീ കാശിന് കണക്ക് പറയണത്? നീ എനിക്ക് ജനിക്കാണ്ട് പോയനല്ലടാ. ബ്രോ കൊണ്ടതാക്കോട്ടെ. ആ കഴിഞ്ഞ ആ ഇതെടുത്തോളൂ. എക്സ്ക്യൂസ് മീ. ആ മോനെ ആൽഫി, സുഖായില്ലേ? ഓക്കെ ഇല്ലേ? ആ ഉഷാറായല്ലോ. ഹീസ് ഓൾറൈറ്റ്. ഹീസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ആൽഫി, ഞാൻ പോട്ടെ. ഫാദർ. ആ ഇരിക്കൂ. ആ പറയൂ. ഫാദർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ അമ്മത്തൊട്ടിലിൽ മോളുടെ മകനെ ഇവിടെ ഉപേക്ഷിച്ചിരുന്നു. എങ്ങനെ തോന്നിയടോ ആ കുരുന്നു ജീവനെ ഉപേക്ഷിച്ചു പോകാൻ? എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നിരിക്കുക. നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുമ്പോ കളയാനും വേണമെന്ന് തോന്നുമ്പോ അന്വേഷിച്ചു വരുവാനും അതിന് പറ്റിയ സ്ഥലമല്ല ഇത്. എനിക്ക് പൊയ്ക്കുള്ളൂ. എനിക്കൊന്നും പറയാനില്ല. ഫാദർ, ഞാൻ എന്റെ മോളുടെ ഭാവി ഓർത്ത് മാത്രം ചെയ്താണ് ഫാദർ. അതിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു ഫാദർ. മോളെ കാമുകൻ ചതിച്ചതാണെന്നതിൽ പിന്നെ അവളുടെ സമനില ആകെ തെറ്റി ഫാദർ. ഇപ്പോ ഞങ്ങൾക്കാരുമില്ല ഫാദർ. ഫാദർ, ഞാൻ ഫാദറിന്റെ കാല് പിടിക്കാം. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. പറ്റില്ലെന്ന് മാത്രം പറയരുത്. എനിക്കിപ്പോ ഇതിനെക്കുറിച്ചൊരു തീരുമാനം പറയാൻ കഴിയില്ല. ഈ ട്രസ്റ്റിന്റെ തലപ്പത്തുള്ളവരെ ഞാൻ കാര്യങ്ങൾ അറിയിക്കാം. ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോളൂ. ഞാൻ പിന്നെ വരാം ഫാദർ. എനിക്കെന്റെ മോനെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പോയിക്കോട്ടെ ഫാദർ. അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കൊന്നും ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പൊ പറയാൻ കഴിയില്ല. പൊയ്ക്കോളൂ. അയ്യോ ആൽഫി, എന്തേലും പറ്റിയ മോനെ? കുഴപ്പമില്ല മോനെ, സോറിട്ടാ. ആ ആൽഫി, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. ആൽഫി, ബ്രോ എന്നാ പൊക്കോട്ടെടാ. ആരുമില്ലാട്ടാ. എന്താ ആൽഫി കുട്ടാ അങ്ങനെ? ഈ അപ്പൂപ്പനില്ലേ നിനക്ക്?
എന്നെങ്കിലും എന്നെ കാണാൻ പറഞ്ഞു. ചേട്ടൻ വരുവാടാ. എനിക്ക് അനിയൻ ഇല്ലെന്നുള്ളൂടാ. നീ എന്റെ അനിയൻ തന്നെയാടാ. നീ എനിക്ക് ജനിക്കാണ്ട് പോയ അനിയൻ തന്നെ. അച്ഛോ, ഞാൻ വരൂട്ടാ. അച്ഛാ, ആനിയമ്മയുടെ ആനിയമ്മ സുഖമില്ലാതെ അകത്ത് കിടക്ക. വാ, അച്ഛൻ കാണിച്ചു തരാം. ഇവരിൽ ആരാണ് ശരി? നിങ്ങൾ പറയൂ. ആനിയമ്മേ, 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 ഇതാരാ വന്നേക്കാൻ നോക്കി? ആരാന്ന് മനസ്സിലായോ? ആനിയമ്മ, ഞാൻ ആൽഫിയ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഇരിക്കിരിക്കിരിക്കി. എന്താ രണ്ടുപേരും കാത്തിരുന്ന് മുഷിഞ്ഞോ? പിന്നെ ഞാൻ പറഞ്ഞത് രണ്ടുപേർക്ക് ഓർമ്മയുണ്ടല്ലോ. അവനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം അച്ഛാ. അത് മതി. കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അനിയമ്മേ, ആൽഫിമോനെ കൊണ്ടുവരൂ. പോവാം പോവാം. വാ വാ, ആ അപ്പടം മുമ്പാ. മോൻ ചെല്ല്. വാ വാ വാ, അമ്മയുടെ മുമ്പാ, അമ്മയുടെ മുമ്പാ. വാടാ, വാ വാ, വായോ അമ്മയുടെ മുമ്പാ. നമുക്ക് പോവാം, നമ്മുടെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് എന്തിനാ വിഷമിക്കണേ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ അച്ഛന്റെ അമ്മേന്റെ ഒപ്പം ഇവിടെ നിക്കാൻ പോവാ. കേട്ടോ അനിയമ്മേ, ഇനി മുതൽ ഇവനാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ. മനസ്സിലായോ? മോനെ